അവസാനത്തെ ഭാഗത്തേക്ക് ഇത്രയും ആഴ്ചകളിലെ ദൈവത്തിന്റെ വലിയ കൃപയും കരുതലും നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിനായി പ്രിയ വത്സമ്മ ആന്റിയെ സ്നേഹത്തോടെ ക്ഷണിക്കും. One second. Video off. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തുയേശു കൂടി ഞങ്ങളെ മാറ്റമില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാദിയമേ, ഈ തിങ്കളാഴ്ചയുടെ സന്ധ്യായ സമയത്ത് ഇടവരാൻ ഞങ്ങൾക്ക് അങ്ങയുടെ പാതപിടുത്തെങ്കിലേക്ക് കർത്താവെ കടന്നു വരുവാൻ തൊക്കെ ഇടവരാൻ ഞങ്ങളെല്ലാം സഹായിച്ചതുകൊണ്ട് അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം. സംഭവമായ ലോകത്തിലായിരുന്നു കർത്താവെ, ഈ മരുഭൂമി യാത്രയിലാണ് ഞങ്ങൾ അടിയങ്ങളൊക്കെ ജീവിച്ചത്. എന്നാൽ ഇന്ന് വരെ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഇന്നും ഭൂമിയിൽ ജീവനോടെ ഇരുന്നുകൊണ്ട് ജീവിക്കുന്ന കർത്താവിനെ സ്തുതിപ്പാൻ അങ്ങയുടെ പൊന്നു പാതപിടുത്തെങ്കിലേക്ക് അടിയങ്ങൾക്ക് കടന്നു വരുവാൻ തൊക്കണം. സ്വർഗത്തിലെ ദൈവമേ, ഇത്രയും ദൈവമക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തോത്രം. ആ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ തക്കണം. കർത്താവ് സഹായിക്കണേ. പാട്ട് പാടുന്നവരുണ്ട്, കർത്താവെ പ്രാർത്ഥിക്കുന്നവരുടെ വചനം ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നവരുണ്ട്. എല്ലാവരെയും അടിയങ്ങൾ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ലീഡ് ചെയ്യുന്നവരെ പ്രത്യാലോർക്കുന്നു. സ്വർഗീയപിതാവേ, അങ്ങയുടെ കരുണയും ദയയും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എല്ലാം ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മധ്യയുള്ളതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാത്ത കർത്താവാണ്. എപ്പോഴും അടിയങ്ങളോട് കൂടിയിരുന്ന അടിയങ്ങൾക്ക് ആലോചനയും ദൈവപരിജ്ഞാനം തന്നെ ഞങ്ങളെ നടത്താവുന്ന വാക്തത്വം ചെയ്തേമേ. ആ കരങ്ങളിലേക്ക് അടിയങ്ങളെ എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവരോട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന മകളെ പ്രത്യേകം ഓർക്കണം കർത്താവെ. അതുപോലെ വചനം സംസാരിക്കുന്ന ഞങ്ങളുടെ മകൾ ഞങ്ങൾക്ക് അത് അനുഗ്രഹമായിരിക്കാൻ തക്കണമാണല്ലോ കർത്താവെ. ഞങ്ങൾ ആ പാതപിടുത്തത്തിലായിരിക്കുന്നത് അത് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാൻ തക്കണം. സഹായിക്കണം. കടന്നു വന്ന എല്ലാവർക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. എന്തെല്ലാം പ്രോഗ്രാം ഇവിടെ നടക്കുന്നോ അതെല്ലാം കർത്താവെ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അത് അനുഗ്രഹവും കർത്താവെ ഉയർച്ചയുമായിരിക്കാൻ തക്കണം. സഹായിക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ ഞങ്ങളെ രക്ഷിച്ച പൊന്നേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കേൾക്കണമേ പൊന്നു പിതാവേ. താങ്ക് യു വത്സമ്മ ആന്റി. ഇന്ന് നമുക്ക് വേണ്ടി മനോഹരമായ ഒരു ക്രിസ്തീയ ഗാനം ആലപിക്കാൻ നമ്മോട് കൂടെ ഉള്ളത് ഒരു കൊച്ചു സഹോദരിയാണ്, സിസ്റ്റർ ആൽബിന സൻ അഭിലാഷ്. പ്രിയ മകളെയും മകളോട് ഒരുമിച്ച് ബ്രദറും ഉണ്ട്. പ്രിയ മകനെയും ഏറ്റവും സ്നേഹത്തോടെ ആ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. ഒരു പാട്ട് വേണം. വലിയതാണെനിക്ക് കാണും നീ വലിയതാണെനിക്ക് തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ
അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവത്തില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവത്തില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ അങ്ങേ വാഴ്വിൽ ചാർത്തിടും ഞാൻ. സ്നേഹമേ പ്രേമമേ അങ്ങേ വാഴ്വിൽ ചാർത്തിടും ഞാൻ. Thank you. It was a wonderful musical treat. Thank you, മക്കളെ. Thank you so much. നമ്മൾ കേട്ട പോലെ തന്നെ നമുക്കൊരു ലവ് സോങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ളത് നമ്മുടെ പ്രാണപ്രിയനാണ്. ജീവൻ തന്ന് ഉപാധികളില്ലാത്ത സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച പ്രിയ കർത്താവ്. താങ്ക് യു സോ മച്ച്. ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ തുടർന്നും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നൽകിയിരിക്കുന്ന ഈ കഴിവ് തുടർന്നും ദൈവത്തിനായി ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ സഹോദരിയിലെ ഒരു മെയിൻ അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരാളായ ഷൈനി അഭിലാഷ്, പ്രിയ ഷൈനി ചേച്ചിയുടെ മക്കളാണ്. ദൈവം തുടർന്നും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവം തുടർന്ന് ദൈവവചനത്തിലേക്ക് ബൈബിൾ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഹെർമനോട്ടിക്സിന്റെ ലാസ്റ്റ് ക്ലാസ് ആണിത്. കഴിഞ്ഞ ആഴ്ചകളെല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വളരെ അനുഗ്രഹീതമായ നിലയിൽ അടുക്കോടും ചുറ്റോടും കൂടെ ഈ ഒരു ബൈബിൾ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാൻ ലവ്ലി ചേച്ചി ദൈവം സഹായിച്ചു. ഞാൻ എപ്പോഴും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യമാണ് ദൈവം തൻ്റെ മക്കളിലൂടെ ചെയ്യുന്ന വലിയ പ്രവർത്തികൾ. അതായത് നമുക്ക് കഴിവോ വലിയ മേന്മ ഉണ്ടായിട്ടൊന്നും അല്ല. ഇറ്റ് ഈസ് ഹീ ഹു ഇസ് ഡൂയിങ്. എനിക്ക് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം. കാരണം നമ്മുടെ ബേസിക്കലി നമ്മുടെ ഒരു മേഖലയിൽ വിമൻ പലപ്പോഴും ഇങ്ങനെയുള്ള എന്താ പറയുക ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യാറില്ല. ഇവൻ പഠിക്കാൻ പോലും ശ്രമിക്കാറില്ല. പലപ്പോഴും മെന്നിന് കൺഫൈൻഡ് ആണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ ജീവിതത്തിലും വളരെ ആവശ്യമുള്ള അത്രമേൽ ഗൗരവമായ പ്രസക്തമായ ഒരു വിഷയമാണ്. പ്രിയ ചേച്ചിയിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കും ഇത് പറ്റും, നമ്മളും ഇത് ചെയ്യണം. ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഹോൾ ടോപ്പിക്കിലെ തന്നെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. ആപ്ലിക്കേഷൻ, ഇതിന്റെ പ്രായോഗികത. ഇതിൽ വരുന്ന ചില തോൽവികൾ, ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ വരുന്ന ചില തോൽവികൾ നോക്കി. വേദഭാഗത്തിലെ സന്ദർഭങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്നു. രണ്ടാമത് നമ്മുടെ പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ദൈവവചനത്തെ സമീപിക്കുന്നു. മൂന്നാമത് വൈകാരികമായി കേട്ട വചനത്തെ അഭിനന്ദിക്കുകയല്ലാതെ പ്രാവർത്തികമാക്കാതിരിക്കുന്നു. ഇങ്ങനെ 3 ഫെയിലിയേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രിയ ചേച്ചിയിലൂടെ കേട്ടത്. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷനും ഫൈനൽ ക്ലാസ്സും ആണ്. ഇത് വളരെ പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ താണിരുന്നുകൊണ്ടും ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് കാതോർക്കാം. പ്രിയ ചേച്ചിയെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഓവർ ടു യു ലവ്ലി ചേച്ചി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയ അക്സമോൾക്ക് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. ഹെർമനോട്ടിക്സിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ എൻ്റെ എല്ലാ ക്ലാസ്സുകളുടെയും ലീഡിങ് ഞാൻ അക്സമോളെയാണ് ഏൽപ്പിച്ചത്. കാരണം എല്ലാ തിങ്കളാഴ്ചയും ഇനി അതിന്റെ പേർക്ക് ലീഡേഴ്സിനെ തപ്പാൻ പോകണം, പാട്ടിനെ തപ്പാൻ പോകണം, പ്രാർത്ഥിക്കാനുള്ളവരെ തപ്പാൻ പോകണം,
ആ ഒരു ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മുഴുവൻ ക്ലാസ്സിന്റെയും ലീഡിങ് അക്സയെ ഏൽപ്പിച്ചത്. ഒരുപക്ഷെ എന്റെ ക്ലാസ് അല്ലെങ്കിൽ മാറി മാറി ആൾക്കാർക്കൊക്കെ ലീഡിങ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്റെ ഒരു ടെൻഷൻ, ഞാനിപ്പോ ഈയിടെയായിട്ട് ചിന്തിക്കുന്ന ഒരു വിഷയം സ്ട്രെസ് കഴിവതും കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്റെ സ്ട്രെസ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പ്രിയ മോള് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുന്നു. കൂടാതെ ഈ ക്ലാസ്സുകളിലുടനീളം പ്രാർത്ഥനയിൽ സഹായിച്ചവരുണ്ട്, പാട്ടുപാടി സഹായിച്ചവരുണ്ട്. ഞാൻ ചില ആൾക്കാരുടെ ഫോൺ നമ്പറും പേരും കൂടെ ആളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇവരെയൊക്കെ പാടാനായിട്ട് വിളിച്ചോണമെന്ന് പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ തന്ന ലിസ്റ്റൊക്കെ തീർന്നെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അതിനനുസരിച്ച് മോൾ അതെല്ലാവരെയും വിളിച്ച് പാട്ടുകളൊക്കെ ഏൽപ്പിച്ചു, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. എല്ലാറ്റിനും നന്ദി. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ 7ാമത്തെ ക്ലാസ്സിലേക്ക്, ഫൈനൽ ക്ലാസ്സിലേക്കാണ് വന്നത്. പ്രിയ മോൾ ഓർമ്മിപ്പിച്ചതുപോലെ ഹെർമന്യൂട്ടിക്സ് എന്നുള്ള സബ്ജക്റ്റ് എടുക്കാനായിട്ട് എനിക്ക് അല്പം ഭയമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവള് പറഞ്ഞു തന്നെ അതിന്റെ റീസൺ. കാരണം സഹോദരിമാര് സാധാരണ നിലയിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറില്ല. പക്ഷെ ഈ 7-8 വർഷത്തെ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തില് ഇത് വളരെ അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടും ബൈബിൾ സ്റ്റഡിയിലുള്ള മറ്റ് ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ അവരും എന്നോട് സജസ്റ്റ് ചെയ്ത ഒരു സബ്ജക്റ്റാണ് ഹെർമന്യൂട്ടിക്സ്. ഈ സബ്ജക്ട് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഇതിനു മുമ്പ് BSM ഞാനിവിടെ എടുത്തിരുന്നു, ബൈബിൾ സ്റ്റഡി മെത്തേഡ് എന്നുള്ള സബ്ജക്റ്റ് എടുത്തിരുന്നു. അപ്പൊ അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സബ്ജക്റ്റിലേക്ക് ശ്രദ്ധ ചെന്നത്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞാല്, എനിക്ക് സുനിജയോടൊരു വലിയ നന്ദി കൂടെ പറയാനുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാല്, ഞാൻ വേറെ ഏതൊരു സബ്ജക്റ്റ് ഒക്കെ എടുക്കാം, വല്ല ബുക്ക് സ്റ്റഡി ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോ സുനിജ എന്നോട് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, ചേച്ചി ബുക്ക് സ്റ്റഡി ഒന്നും എടുക്കണ്ട, അതൊക്കെ വേറെ ആരെങ്കിലും എടുക്കട്ടെ, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ചേച്ചി എടുക്കുവാണെങ്കിൽ അത് കുറെ കൂടെ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്നെ എൻകറേജ് ചെയ്തു. അതാണ് ഞാൻ പറയാൻ വന്നത്. എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഹെർമന്യൂട്ടിക്സ് എടുക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. എനിക്ക് തോന്നുന്നു പല പ്രിയപ്പെട്ടവർക്കും ഈ ക്ലാസ്സുകളൊക്കെ അനുഗ്രഹമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറെ കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലാക്കാൻ പറ്റി, നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാൻ പറ്റി. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സബ്ജക്റ്റ് എങ്ങും എത്തിയിട്ടില്ല. നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഞാൻ പറയുന്ന വിഷയങ്ങളും കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. അതിലേക്കൊന്നും നമുക്ക് പോകാനായിട്ടുള്ള നിർവാഹമില്ല. പക്ഷെ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ എൻ്റെ കഴിവിന്റെ പരമാവധി വളരെ സിമ്പിളായിട്ടാണ് ഞാനത് അവതരിപ്പിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഞാൻ നോട്ട് തരും. നോട്ടൊന്നും നിങ്ങൾ നഷ്ടമാക്കരുത്. റെക്കോർഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ അതും തരാം. പിന്നെ എൻ്റെ ക്ലാസ്സസ് പൂർണ്ണമായിട്ടും 100% അങ്ങ് ഓക്കെ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചത് ഇരുന്ന് പഠിക്കാം. അതിനുള്ള സാവകാശവും ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട കാര്യം പ്രിയ മോള് പറഞ്ഞു, പ്രായോഗികത, ആപ്ലിക്കേഷൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അവിടെ ഉണ്ടാകുന്ന ഫെയിലിയർ അല്ലെ, പ്രായോഗികതയിലേക്ക് നമ്മുടെ സ്വന്തം ലൈഫിലേക്ക് അത് നമ്മൾ പകർത്തുമ്പോൾ അതിനുണ്ടാകുന്ന ഫെയിലിയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിന്റെ തുടർച്ചയായിട്ട് പ്രായോഗികത എന്ന വിഷയത്തിൽ മനസ്സിലാക്കേണ്ട അത്യാവശ്യം ചില കാര്യങ്ങളും ചില സാഹിത്യ കൃതികൾ വ്യാഖ്യാനിക്കുന്ന ചില മെത്തേഡ്സ് കമ്പിവാചകം പോലൊന്ന് പറഞ്ഞ് ഈ ക്ലാസ് നിർത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഏഞ്ചലോളജിയുടെ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഹെർമന്യൂട്ടിക്സിന്റെ എക്സാമും ഉണ്ടാവും. അപ്പൊ അസൈൻമെന്റ് തരാത്തവരുണ്ട്, പലരും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റീറൈറ്റ് ചെയ്യാനായിട്ട് ചിലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ അത് തന്നിട്ടുണ്ട്. ഇനിയുള്ളത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഫെയിലിയർ ആണ് ചിന്തിച്ചതെങ്കിൽ ഇന്ന് നമുക്ക് കുറെ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം പ്രായോഗികതയിലേക്ക് വരുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ. കാരണം ഏതൊരു വചനഭാഗവും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പ്രസംഗിക്കാൻ വേണ്ടി ആരും ദൈവവചനത്തെ സമീപിക്കരുത്. നമ്മൾ ആദ്യം നമ്മുടെ ലൈഫിനോട് എന്നോട് ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ വചനം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൈമാറാൻ ശ്രമിക്കാവൂ. എന്നോട് സംസാരിക്കാത്ത ഒരു വചനവും ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് എടുക്കരുത്. അങ്ങനെ ആവുമ്പോൾ അത് വെറും രാഷ്ട്രീയ പ്രസംഗമായിട്ട് മാറും. ഈ പ്രസംഗങ്ങൾ എന്ന് പറയാൻ നമ്മൾ പഠിക്കുമ്പോൾ ധാരാളം പ്രസംഗം, മതപരമായ പ്രസംഗങ്ങളുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്, സാംസ്കാരിക നേതാക്കന്മാര് സുകുമാര അഴീക്കോടിന്റെ ഒക്കെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ TV യിലൊക്കെ ഇരുന്ന് ഇതൊക്കെല്ലാം കേട്ടിട്ടുണ്ട്.
ഈ എങ്ങനെ പ്രസംഗിക്കാം എന്നൊക്കെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതല്ലേ ഒന്നും മനസ്സിലാകത്തില്ല. മനസ്സിലായില്ലേ? അയാൾ ഒരിടത്ത് തുടങ്ങുന്നു, വേറെ എവിടെയോ കൊണ്ട് അവസാനിപ്പിക്കുന്നു, ഇതിനിടയ്ക്ക് നിൽക്കുന്നു. നമുക്ക് ഒരു കാര്യം, കാരണം അവരുടെ പദങ്ങള്, സാഹിത്യ പദങ്ങൾ ഒന്നും മനസ്സിലാകത്തില്ല. രാഷ്ട്രീയക്കാരുടെ പ്രസംഗം എടുത്തു നോക്കി നല്ല വാക്ചാതുര്യം അവർക്കുണ്ട്. പക്ഷെ അവര് എപ്പോഴും എന്താ, ഒന്നുകിൽ ഭരണപക്ഷത്തെ കുറ്റം പറയും, അല്ലെ പ്രതിപക്ഷത്തെ കുറ്റം പറയും. ഇങ്ങനെ ആരെയായാലും കുറ്റം പറഞ്ഞുള്ള പ്രസംഗങ്ങളാ. പക്ഷെ അതുപോലെ നമ്മുടെ പ്രസംഗങ്ങളും അധപ്പതിക്കരുത്, നമ്മുടെ ശുശ്രൂഷകളും അധപ്പതിക്കരുത്. നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം, അത് നല്ലതാ. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ക്രിസ്തുവിന്റെ മഹത്വം നമുക്ക് പറയാനായിട്ട് കഴിയണം. പക്ഷെ ഇന്നത്തെ പ്രസംഗങ്ങളിൽ നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെയുള്ള പല മെസ്സേജുകളുടെ പ്രശ്നം ഞാൻ ചോദിച്ചാല്, ക്രിസ്തുവിനെ വേണ്ടവണ്ണം പ്രസന്റ് ചെയ്യാനോ ക്രിസ്തുവിന്റെ മഹത്വം പറയാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ദാവീദിൽ തുടങ്ങി ദാവീദിൽ നമ്മൾ അവസാനിക്കുന്നു, അബ്രഹാമിൽ തുടങ്ങി അബ്രഹാമിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു, അല്ലെ? പല വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നു. പക്ഷെ ക്രൈസ്റ്റ് എന്താണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ക്രൈസ്റ്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ക്രൈസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് വലിയൊരു പരാജയമാണ്. ഇനിയും നമ്മുടെ ലൈഫിലേക്ക് സ്വീകരിക്കേണ്ടത് എന്താ? അപ്പൊ ഇപ്പം നമ്മൾ വായനക്കാരനാ, മനസ്സിലായില്ലേ? നമ്മൾ ബൈബിളിന്റെ വായനക്കാരനാ. ഞാൻ ഈ വചനവുമായിട്ട് പഠനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വായനക്കാരൻ മാത്രമാ. അപ്പൊ ആ വായനക്കാരനായ ഞാൻ എന്റെ പ്രതികരണം എങ്ങനെയൊക്കെ ആയിരിക്കണം? ഓക്കെ, ഞാൻ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്, ഞാൻ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പൊ ഞാനൊരു വാക്യം വായിച്ചു, അതില് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഞാന് എന്ത് ചെയ്യണമെന്നാണ് ആ ലേഖകൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ പൗലോസ് ഉദാഹരണത്തിന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. മുമ്പലത്തെ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചിട്ട് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. അപ്പോ ഒരു റീഡറായ ഞാൻ, ഒരു വായനക്കാരിയായ ഞാൻ, ആ കാര്യത്തിൽ നിന്ന് ലേഖകൻ എന്തെല്ലാം പറയുന്നത്, പൗലോസ് എന്തെല്ലാം, നമുക്ക് ആത്മാവ്, ദൈവം, ആ വിഷയത്തിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് പൗലോസ് അപ്പോസ്തലൻ ആ വാക്യത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു? ഒന്ന്, മുമ്പലത്തെ നടപ്പ് സംബന്ധിച്ച് മുമ്പലത്തെ ഒരു നടപ്പുണ്ട്, അതായത് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അല്ലേ? അതുവഴി പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. എന്നിട്ടോ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി എന്ത് ചെയ്യണം? പുതുക്കം പ്രാപിക്കണം. പിന്നെ സത്യത്തിന്റെ ഫലമായ നീതി, വിശുദ്ധി, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കണം. അപ്പൊ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, പുതിയ മനുഷ്യനെ ധരിക്കണം. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം ഉപേക്ഷിക്കണം, പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ എന്തെല്ലാം നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ആ ലേഖകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണം? ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ വാക്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ധ്യാനത്തിനായി സെലക്ട് ചെയ്തിരിക്കുന്ന ആ വാക്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അനുസരിക്കേണ്ട ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ അതിനകത്തുണ്ടോ? നമ്മൾ അനുസരിക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു കൽപ്പന അതിലുണ്ടോ? നമ്മൾ ഒന്നാമതായിട്ട് പരിശോധിക്കേണ്ട ഒരു വിഷയമാണിത്. എന്നപ്പം നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ ഒരു കൽപ്പനയുണ്ടോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു കമാൻഡ് ഉണ്ട്. രണ്ട് കാര്യങ്ങളെ പ്രധാനമായിട്ട് നമ്മളോട് പറഞ്ഞ എന്ത്? പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, പുതിയ മനുഷ്യനെ ധരിക്കണം. കണ്ടില്ലേ? ആ കമാൻഡ് അവിടെ വരികയാ. അപ്പൊ നമ്മൾ അത് അനുസരിക്കേണ്ട കാര്യമാ. അത് അനുസരിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ഒന്നാമതായിട്ട് അന്വേഷിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ പിന്തുടരേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ടു ഫോളോ, നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതില് ഉണ്ടല്ലോ, ഇല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നേ. അത്ര ഒരു 22-ാം വാക്യത്തിൽ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒരു 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലേ? ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് മനസ്സിലായില്ലേ? പിന്നെ പുതുക്കം പ്രാപിക്കണം. പിന്നെ ചതിമോഹങ്ങൾ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. അപ്പൊ ഈ ചതിമോഹങ്ങൾ എന്താ? മുമ്പിലത്തെ നടപ്പെന്താ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ ഉപേക്ഷിക്കാനായിട്ടുണ്ട്, നല്ലത് അവിടെ ഫോളോ ചെയ്യാനുണ്ട്. ഇനി അവിടെ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ എനിക്ക് അനുസരിക്കേണ്ട കൽപ്പനകൾ അവിടെ ഉണ്ടോ? രണ്ടാമത് നമ്മൾ പറഞ്ഞത് എനിക്ക് ഫോളോ ചെയ്യേണ്ട എന്തെങ്കിലും ആ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ടോ? 3, എനിക്ക് അവോയ്ഡ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അതില്
അടങ്ങിയിട്ടുണ്ടോ? ഇനി നാലാമതായിട്ട് അവിടെ എന്തെങ്കിലും ക്ലെയിം പറയുന്നുണ്ടോ? അവകാശവാദങ്ങൾ പറയുന്നുണ്ടോ? അവകാശവാദങ്ങൾ പറയുന്നുണ്ടോ? അവകാശവാദങ്ങൾ പറയുന്ന ഒത്തിരി ഭാഗങ്ങൾ അവിടെയുണ്ട്. അവകാശവാദം എന്താണ്? അവിടുത്തെ സത്യത്തിന്റെ ബലമായ നീതിയിലും വിശുദ്ധ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. നമുക്കൊരു ക്ലെയിമായിട്ട് നമുക്ക് അത് അംഗീകരിക്കാം. പൗലോസിന്റെ അവകാശവാദമാണ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. അതാരാ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ? മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ അങ്ങനെ ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും വാണിംഗ് ഉണ്ടോ? വാണിംഗ്, മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? ഈ വാക്യമേ ഒരു മുന്നറിയിപ്പാന്ന് വേണേ നമുക്ക് പറയാം, ഇല്ലേ? മുന്നറിയിപ്പുകൾ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഇനി ചില വാക്യങ്ങളിൽ ഡയറക്റ്റ് ഇൻഫർമേഷൻസ് കാണും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാണും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു വാക്യം പലതവണ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ 5 തവണയോ 10 തവണയൊക്കെ ഒന്ന് ആവർത്തിച്ച് നമ്മൾ വായിച്ചു നോക്കണം. ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കും. ആ വചനം നമുക്ക് ഡിവൈഡ് ചെയ്തിരും. അവിടെ നേരിട്ടുള്ള നിർദ്ദേശം നമുക്ക് ഒരുപക്ഷെ ലഭിക്കുന്നില്ലെങ്കിൽ കൂടെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്ന എന്തെങ്കിലും പഠിപ്പിക്കലുകൾ നമുക്ക് അവിടെ ഉണ്ടോ എന്നൊരു പരിശോധന നമ്മൾ നടത്തണം. എന്ന് പറഞ്ഞാൽ ഒരു സൂക്ഷ്മ പരിശോധന നമ്മൾ നടത്തണം. ഞാൻ ഒന്നുകൂടി ഇതെല്ലാം കൂടെ പറയാം കേട്ടോ. ഇനി അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ്, ഞാൻ എൻ്റെ ലൈഫിൽ വിശ്വസിക്കേണ്ടതായ ഇന്ന കാര്യം ഞാൻ വിശ്വസിക്കണം, ഞാൻ ബിലീവ് ചെയ്തേ പറ്റൂ, ഞാൻ ആ കാര്യം വിശ്വസിക്കണം. ഈ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു വലിയ വ്യക്തിയുണ്ട്. ആരാ? കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ ഈ പഴയ മനുഷ്യനെ ഉരിയാനും പുതിയ മനുഷ്യനെ ധരിക്കാനും നമുക്ക് കഴിയൂ. കാരണം ആ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. ആ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അവരിൽ ആശ്രയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ഇല്ലേ? എല്ലാ കാര്യത്തിനും കർത്താവേ എന്ന് വിളിക്കാൻ നമുക്ക് തോന്നുന്ന ആ മനോഭാവം എന്താ? ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കേണ്ട ഒരു സത്യം അവിടെ ഉണ്ടോ? പിന്നെ എന്നെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗം അവിടെയുണ്ടോ? മനസ്സിലായില്ലേ? ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്കവിടെ ചിന്തിക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ അനുസരിക്കേണ്ട കൽപ്പന അവിടെ ഉണ്ടോ? നമ്മൾ ആ വായിച്ച ഭാഗത്തിൽ നമ്മൾ അനുസരിക്കേണ്ട കൽപ്പനയുണ്ടോ? രണ്ടാമത്തെ കാര്യം, നമ്മൾ പിന്തുടരേണ്ടത്, ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? മൂന്നാമത്തെ കാര്യം, നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട, ഒഴിവാക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? നാലാമത്തേത്, അവിടെ എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടോ, ക്ലെയിം പറഞ്ഞിട്ടുണ്ടോ, അവകാശവാദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടോ? അഞ്ചാമത്തേത്, വാണിംഗ് എന്തെങ്കിലും ആ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ടോ? ആറാമത്തേത്, നേരിട്ടല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ എത്ര ഇപ്പൊ നമ്പർ പറഞ്ഞേ? എത്രയായിരുന്നു? 6. ഓക്കെ. ഏഴാമത്തേത്, നമ്മൾ വിശ്വസിക്കേണ്ട ഒരു സത്യം അവിടെ ഉണ്ടോ? എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നുള്ളത്? അത് ചില ഭാഗങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടുന്നില്ലായിരിക്കും. ചില ഭാഗങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഏഴാമത്തത്, എന്നെ പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കാനായിട്ട്, എന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് എന്നെ സജ്ജമാക്കുന്ന എന്തെങ്കിലും അവിടെയുണ്ടോ? അപ്പൊ നമ്മുടെ ലൈഫിലേക്ക് ഒരു വചനത്തെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഇത്രയും നാളും പഠിച്ച വചനപഠനമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു? ഒരു ആത്മപരിശോധന, ഞാൻ ആരെയും വിധിക്കാനോ വിലയിരുത്താനോ വേണ്ടി ചോദിച്ചാൽ ഒരു ആത്മപരിശോധനയ്ക്ക്, ഞാൻ ഉൾപ്പെടെ ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി ഞാൻ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഇത്രയും നാളൊക്കെ പഠിച്ചപ്പോൾ ഇങ്ങനെ മുന്നറിയിപ്പുണ്ടോ? ഇങ്ങനെ ക്ലെയിം ഉണ്ടായിരുന്നോ? അവോയ്ഡ് ഉണ്ടായിരുന്നോ? ഫോളോ ചെയ്യേണ്ടതൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചോ? ചെയ്തിട്ടില്ല. പക്ഷെ ഇനിയുള്ള കാലം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ദൈവവചന ശുശ്രൂഷയിലും നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കാം. പക്ഷെ ഇന്നത്തെ ക്ലാസ് തീരുന്നതോടുകൂടെ ഇതെല്ലാം അങ്ങ് തലേന്നെടുത്ത് കളഞ്ഞേക്കരുത്. മനസ്സിലായില്ലേ? അത് കളയാതെ ഇത് സൂക്ഷിച്ച്
നിങ്ങൾ എഴുതിയെടുത്ത നോട്ടുകളൊന്നും നഷ്ടപ്പെടുത്താതെ ചെയ്യാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾക്ക് അത് അനുഗ്രഹം. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ അറിഞ്ഞ കാലം മുതൽ കുറച്ചൊക്കെ 100% ഞാൻ പറയത്തില്ല, കുറച്ചൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സഹോദരിയിലൊക്കെ ആരെങ്കിലും പെട്ടെന്ന് ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ശുശ്രൂഷയ്ക്ക് കയറേണ്ടപ്പോഴൊന്നും ഇത്രയൊന്നും ഡീപ്പായിട്ടൊന്നും ആലോചിച്ചിട്ടുണ്ടാവത്തില്ല. തന്നെ ഈ സ്റ്റോക്ക് വെച്ചുള്ള പരിപാടിയും എനിക്കൊട്ടില്ലാതാനും. അന്ന് അവിടെ പറഞ്ഞത് ഇവിടെ പറയുക, പിന്നെ അന്ന് പണ്ട് 20 വർഷത്തിന് മുമ്പ് പറഞ്ഞ മെസ്സേജ് കൊണ്ട് 20 ഇങ്ങനെ കൊണ്ട് നടക്കുക, ഈ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഇനി നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞു വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വ്യാഖ്യാനം പ്രയോഗത്തിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നത് പ്രായോഗികത അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്നുള്ള വിഷയത്തിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇത് നമ്മുടെ പല ക്ലാസ്സുകളും നമ്മൾ പറഞ്ഞു പോയ വിഷയം കൂടെയാണ്. ഒന്നാമത് ചില പിന്നെ സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കാം. ഇപ്പൊ നമ്മൾ ഉപമ വ്യാഖ്യാനിക്കുന്നതിനെ കുറിച്ച് ഏതോ ക്ലാസ്സിൽ നമ്മൾ നല്ല ശമരിയക്കാരന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഇല്ലേ. ഗദ്യഭാഗങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമുക്കൊന്ന് ഓർഡറിൽ അത്യാവശ്യം കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകും. ഒന്ന്, അത്ഭുതങ്ങൾ. കർത്താവ് എത്ര അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്? എൽസിയാൻഡ് പറയുന്നുണ്ട്, മ്യൂട്ടാ. 37 നമുക്ക് ഇതുണ്ട്, വചനത്തിലുണ്ട്. അത് കൂടാതെയും ഒത്തിരി അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഓക്കെ, 37. പഴയ നിയമത്തിൽ അത്ഭുതം വരെ നടന്നിട്ടുണ്ടോ? ഉണ്ട്. കൗണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഈ അത്ഭുതങ്ങൾ എന്തിനാ നടന്നത്? പുതിയ നിയമകാലത്തായാലും പഴയ നിയമകാലത്തായാലും, പ്രത്യേകിച്ച് പുതിയ നിയമകാലത്ത് കർത്താവ് വന്നപ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ കാണിച്ചായിരുന്നു. യേശു കർത്താവിന്റെ ആദ്യത്തെ പിന്നെ അത്ഭുതം ഏതായിരുന്നു? കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ചുമ്മാ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പൊ ഈ അത്ഭുതങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോ പൊതുവായ ചില സവിശേഷതകളുണ്ട്. ശരിക്കും ദൈവത്തിന്റെ ചില ഇടപെടലുകളാണ് ഓരോ അത്ഭുതങ്ങളും അല്ലെ. നമ്മൾ അത്ഭുതങ്ങൾ എടുത്ത് പഠിച്ചു നോക്കിയാൽ ഈ അത്ഭുതങ്ങളൊക്കെ അവസാനിച്ചു അല്ലെങ്കിൽ അതിന്റെ ആവശ്യം ഇന്നില്ല, നിന്നുപോയ വരങ്ങൾ, നിലനിൽക്കുന്ന വരങ്ങൾ എന്നൊക്കെ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിലെ ഒരു പ്രധാന ടോപ്പിക്കാണ്. പക്ഷെ നമ്മളിത് വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രായോഗികതയിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ അത്ഭുതങ്ങളും കർത്താവ് ചെയ്തതിന്റെ പിന്നിൽ കർത്താവിന് വ്യക്തമായ ഉദ്ദേശം ഉണ്ടായിരുന്നു. അല്ലാതെ കർത്താവ് ആളാകാൻ വേണ്ടിയോ പ്രശസ്തനാകാൻ വേണ്ടിയോ പേര് വലുപ്പപ്പെടുത്താൻ വേണ്ടിയോ 4 പേരുടെ മുമ്പിൽ അറിയപ്പെടാൻ വേണ്ടിയോ ഏതെങ്കിലും വ്യക്തി എന്നെ ഒരിക്കലും കൈവിടല്ല, എന്നെ എപ്പോഴും ഓർത്തിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും കർത്താവ് ചെയ്ത കാര്യങ്ങളല്ല ഈ അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വല്ലഭത്വത്തെ അല്ലെങ്കിൽ അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്. അങ്ങനെ ദൈവമഹത്വം വെളിപ്പെടുത്താനായിട്ട് കർത്താവ് ചെയ്ത ഒരു അത്ഭുതം അതേതായിരുന്നു? ലാസറിനെ, മരിച്ചുപോയ ലാസറിനെ ദൈവം ഉയർപ്പിച്ച സംഭവം അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവപുത്രൻ മഹത്വപ്പെടണം. ഇനി ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ വ്യാഖ്യാനിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പ്രായോഗിക എന്നുള്ള വിഷയം വേണം നമ്മൾ മനസ്സിൽ ചിന്തിക്കാനായിട്ട്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. ഒന്നെടുക്കാമോ ആ ഭാഗം? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങളാണ് നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടെത്താൻ പോവാ. അതില് എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഇതൊക്കെ ഇരിക്കാമെങ്കിൽ കുറെ കൂടെ നല്ലതായിരുന്നു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ മിക്കവാറും ആ അധ്യായം മൊത്തം നമുക്ക് കൂട്ടാം. അപ്പൊ ആ അധ്യായം ചിന്തിക്കുമ്പോൾ നമുക്കതിനെ എങ്ങനെ ഒന്ന് ക്രോഡീകരിച്ചെടുക്കാനായിട്ട് പറ്റും, ഒന്ന് വ്യാഖ്യാനിച്ചെടുക്കാനായിട്ട് പറ്റുമോ? ആദ്യമേ നമ്മൾ ഈ ഭാഗത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ഒരു ആമുഖം നമ്മൾ കൊടുക്കണം. എന്ത് കൊടുക്കാൻ പറ്റും അക്സമോളെ എന്ന് പറഞ്ഞു? എങ്ങനെ ഒരു ആമുഖം, എഴുത്തുകാരിയല്ലേ പറഞ്ഞു, എങ്ങനെ ഒരു ആമുഖം നമുക്ക് കൊടുക്കാൻ പറ്റും? ഈ ആമുഖത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവണം?
അവിടെ നടക്കാൻ പോകുന്ന അത്ഭുതത്തിനെ പറ്റി ഒരു ചെറിയ വിവരണം. നടക്കാൻ പോകുന്ന അത്ഭുതത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയണം അവിടെ? മാർത്തേനെയും മറിയേനെയും ലാസറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. യെസ്, മാർത്തയെയും മറിയേയും കുറിച്ച് നമ്മൾ പറയണം, ലാസറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ആ കാര്യം നമ്മൾ പറയണം? മാർത്തയുടെയും മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഈ മാർത്ത ആരാണെന്നും മറിയ ആരാണെന്നും ലാസർ ആരാണെന്നും ഒക്കെ പറയുമ്പോൾ, കാരണം അവരുടെ സ്ഥലത്തിന്റെ പേര് അവിടെ എടുത്തു പറഞ്ഞിരിക്കുക. ബഥാന്യയെ കുറിച്ച് നമുക്കവിടെ സംസാരിക്കാം. ബഥാന്യ എങ്ങനെയുള്ള സ്ഥലമാണ് എന്ന് നമുക്കവിടെ പറയാം. പിന്നെ അവിടുത്തെ പ്രോബ്ലം എന്താണ്? ലാസർ ദീനമായി കിടക്കും. അക്ഷയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും പറയാം കേട്ടോ. ലാസർ ഒരു മനുഷ്യൻ ദീനമായി കിടക്കുക, സുഖമില്ലാതെ കിടക്കുകയാണ്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അതാണ് അവസ്ഥ. അപ്പൊ ആ അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു? അവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അങ്ങനെ രോഗമായി കിടക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം വേണം. അവിടെ ഒരു പ്രയോഗമുണ്ട്, നിനക്ക് പ്രിയനായവൻ. അതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്താണ്? യേശു കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് ആര്? ലാസർ. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇവിടൊക്കെ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടാൻ പറ്റും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കർത്താവിനോട് അടുത്തിരിക്കുന്നവർക്ക് ഒരു ദോഷവും വരത്തില്ല. നമ്മൾ പലപ്പോഴും, ഇന്നലെ ഞാനൊരു ടെസ്റ്റ് മണി കേട്ടു. അപ്പൊ അവര് പറഞ്ഞു, മോനെ, നമ്മളൊക്കെ ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് ഇറങ്ങി, ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നമ്മൾ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ, എന്നിട്ടെന്താ നമുക്കിങ്ങനെ? നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുന്ന നിർബന്ധം വല്ലതും ഉണ്ടോ? നമ്മൾ കർത്താവിനെ വിളിക്കുന്നത് കൊണ്ടും സഭയിൽ പോകുന്നത് കൊണ്ടും ബ്രദറുകാരായത് കൊണ്ടും ഒറ്റ ഞായറാഴ്ച ആരാധന മുടക്കാതെ ആരാധന അടക്കം എല്ലാ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത് കൊണ്ടും നമുക്ക് പനി വരരുത് എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. നമുക്ക് രോഗം വരരുത് നിർബന്ധമുണ്ടോ? ഇനി മാരക രോഗങ്ങളൊന്നും വരരുത് നിർബന്ധമുണ്ടോ? ഇത് നമുക്കെല്ലാം വരാം. അപ്പൊ അവിടെ വ്യക്തമുണ്ട്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ഇത് കർത്താവിനെ അവരാ വിവരം അറിയിക്കുക. പിന്നെ നമുക്ക് അവിടെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു ആ വിഷയത്തിൽ. അപ്പൊ നമ്മൾ അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് ആദ്യമേ പറഞ്ഞു. മനസ്സിലായില്ലേ? അവിടുത്തെ പ്രോബ്ലം ഞാൻ കമ്പിവാചകം പോലെ പറയാം, നിങ്ങളൊന്ന് ഇമാജിൻ കണ്ടത് മനസ്സിലാക്കണം. അവിടുത്തെ പ്രോബ്ലം ആദ്യമേ പിന്നെ പറഞ്ഞു. അപ്പം അവിടെ എങ്ങനെയാണ് കർത്താവ് അതിനെ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതൊക്കെ ചിന്തിക്കുമ്പോഴത്തേന് കുറെ കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്, കുറെ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പം യേശു കർത്താവ് ആ കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കുക അല്ലേ? കർത്താവ് ദീനമായി കിടന്നു എന്ന് പറയുമ്പോൾ കർത്താവ് എത്തുന്നില്ല. വീണ്ടും എത്ര ദിവസം കൂടെ കഴിഞ്ഞു? 4 ദിവസം കൂടെ കഴിഞ്ഞു അല്ലേ? അപ്പൊ ഈ 4 ദിവസത്തിന് പിന്നിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അല്ലാതെ കർത്താവ്, ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് അവിടെ ഇതൊക്കെ ഇപ്പൊ നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ട് പഠിക്കാതെ മനസ്സിലാക്കാതെ ഓരോരുത്തരും കണ്ടോ, കർത്താവ് അവിടെ 4 ദിവസം കൂടെ വെയിറ്റ്, ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. കർത്താവ് 4 ദിവസം കൂടെ അവിടെ വെയിറ്റ് ചെയ്തു, കാരണം ഇവ മരിക്കാൻ വേണ്ടി കർത്താവ് അവിടെ നിന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രസംഗങ്ങളും ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ കർത്താവ് അവിടെ ഇടപെടുന്ന രീതി എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ വെച്ചാൽ അതിനേക്കാൾ ഇതിനിടയ്ക്ക് പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. യേശു കർത്താവ് ഇടപെടുന്നതിന് കർത്താവ് അവരോട് പറയുന്നുണ്ട്, എന്റെ ശിഷ്യന്മാരോട് പറയുന്നു, എന്റെ സ്നേഹിതനായ ലാസർ മരിച്ചുപോയി, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ഈ 12 പേരിൽ ഒരുത്തൻ പറയാണ്, അപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ അവനെ ഉയർത്താൻ പോകുന്നു, നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്ന് പറയുമ്പോഴത്തേന് ദിദിമോസ് എന്ന് പേരുള്ള തോമാസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും, കർത്താവ് പോകുന്നത് അവനെ സൗഖ്യമാക്കാനായിട്ടാ പോകുന്നത്. അപ്പൊ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ വർത്താനം എന്നാ? അവനോടുകൂടെ മരിക്കാൻ നമുക്കൂടെ. ഇങ്ങനെയുള്ള 12 അല്ലെങ്കിലും ഈ 12 എണ്ണത്തിൽ കൂട്ടത്തിൽ ഒരെണ്ണം ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്താഗതിയുള്ള ഒരുത്തൻ ആ കൂട്ടത്തിലുള്ളത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കർത്താവിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇങ്ങനെ നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ കൊണ്ടാണ് കർത്താവ് ഈ രാവും പകലും ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് നടക്കുന്നത്. അപ്പൊ ഈ തോമസ് ഉടനെ പറയാണ്, നമുക്ക് ആ കൂട്ടത്തിൽ ചാകാനായിട്ട് പോകുന്നത്. കാരണം അവന് വിശ്വാസമില്ല. ആ പുള്ളിയിൽ ഈ കർത്താവിന്റെ ആണി കുത്തി തുളച്ച വിരലിലേക്ക് വിലാപ്പുറത്ത് കൈയിട്ട് നോക്കിയ പാർട്ടിയാ. ഇവന് വിശ്വാസമില്ല.
അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേന് വാസ്തവത്തിൽ നമുക്കൊക്കെ ദേഷ്യം വരും. ഞാൻ ഈ ആദ്യം പറഞ്ഞ സ്ട്രെസ് വരും, നമ്മുടെ മൈൻഡ് മാറിപ്പോകും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ കർത്താവ് ഇതിനെയൊക്കെ വളരെ ശക്തമായിട്ട് നേരിട്ടു എന്നുള്ളതാണ് അതിലെ മറ്റൊരു ഭാഗം. അപ്പൊ ഇവന്റെ അവിശ്വാസത്തെ കുറിച്ച് നമുക്ക് പറയാം. ക്രിസ്തു എല്ലാം വിശ്വാസമുള്ളവനായി പ്രവർത്തിക്കാൻ സന്നദ്ധനായിട്ട് നിൽക്കുമ്പോ ആ കർത്താവിനെ പോലും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ഇല്ലേ. പണ്ട് പിന്നെ അവര് ഒറ്റുനോക്കാനായിട്ട് പോയി. ഒറ്റുനോക്കാൻ പോയി. എത്ര പേരാ പോയത്? 10 പേര് പോയി. അതിനകത്ത് 2 പേര് വന്നേച്ച് പറഞ്ഞു കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറയുമ്പോ ബാക്കി അത്രയും പേര് തന്നെ പറഞ്ഞു അത് പറ്റത്തില്ല, അവിടെ എന്താ, അവിടെ ഉള്ളവർ അധികായന്മാരാ എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആ നെഗറ്റീവ് പറഞ്ഞവർക്ക് കിട്ടിയത് എന്നാണെന്ന് പിന്നീട് കിടപ്പുണ്ട്. നിങ്ങളത് പോയി വായിച്ചു നോക്കണം. ഇത് പുതിയ നിയമകാലമല്ലേ, പഴയ നിയമകാലത്തിനെ പോലൊന്നും സംഭവിക്കത്തില്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത്. ഞാനൊരു കാര്യം പറയാം. ഈ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ നമുക്ക് എപ്പോഴും ധാരണ തിരുത്താം, പക്ഷെ തെറ്റിദ്ധാരണ ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല. നമ്മൾ ഈ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനൊക്കെ നല്ല ശിക്ഷ ദൈവത്തിന്റെ സന്നിധി നമുക്ക് കിട്ടും. കാരണം ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കാതെ നമ്മൾ നമ്മുടെ പക്ഷത്ത് നിന്ന് നമ്മുടെ ന്യായങ്ങൾ പറയുമ്പോൾ നമ്മൾ ആർക്കെതിരെയാ സംസാരിക്കുന്നത്? ദൈവത്തിന് വിരോധമായിട്ടാ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കാതെ നമ്മളെ വിടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഒക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കർത്താവെ, അത് നിനക്കെതിരാണെങ്കിൽ അതെന്നോട് ക്ഷമിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പറയാം. അപ്പൊ ഇവിടെ ഇതാ കാണുന്നത്. തോമസ് പറഞ്ഞു ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, അവൻ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ഇനി അങ്ങോട്ട് വരുമ്പോഴേക്ക് നമ്മൾ കാണുന്നുണ്ട് ഈ മാർത്ത എന്ന് പറയുന്ന സഹോദരി ഓടി വരിക. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എനിക്ക് അവളെ അത്രയ്ക്ക് അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. കാര്യം എന്ന് ചോദിച്ചാൽ ഈ തോമസിന്റെയും കൂട്ടരെയും പോലെ യേശു കർത്താവിന്റെ കൂടെ അങ്ങനെ യേശു കർത്താവ് മിക്കവാറും ആ വീട്ടിൽ വന്നതേ ഉള്ളൂ. അവർ ഈ പരസ്യ ശുശ്രൂഷയ്ക്കൊന്നും പോയതായിട്ടൊന്നും നമ്മൾ ദൈവവചനത്തിൽ കാണുന്നില്ല. അപ്പൊ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരവസ്ഥ ആ പാവം എത്തിയിട്ടില്ല. ഇത്രയൊക്കെ ഉള്ളൂ, സാരമില്ല, പോട്ടെ. അപ്പം അവള് പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അന്നേരം കർത്താവ് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോ അവള് പറയാ, കർത്താവ് നാറ്റം വെച്ചു, 4 ദിവസമായി. കണ്ടോ, അവിടെ പ്രോബ്ലം കുറെ കൂടെ ക്ലിയർ ആയിട്ട് കർത്താവിനോട് പറയാം. എന്നെ കർത്താവിന് അറിയത്തില്ല നാറ്റം വെച്ചെന്നും 4 ദിവസമായെന്നും. പക്ഷെ സംസാരിക്കുക കർത്താവിനോട്, കർത്താവെ നാറ്റം വെച്ചു, 4 ദിവസമായി. പിന്നെങ്ങനെ എങ്ങനെ സംഭവിക്കും ഇത്? കണ്ടോ, പ്രോബ്ലം ആണ്, എങ്ങനെ സംഭവിക്കും? പിന്നീടുള്ള ഈ മാർത്തയുമായിട്ടുള്ള ഈ സംഭാഷണത്തില് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അവള് പറയുന്നുണ്ട്, പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും, അത് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോ ഇത് സംഭവിക്കുമെന്നുള്ളത് അവൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവൾക്കൊരു കാര്യം അറിയാം, പുനരുത്ഥാനത്തിൽ ഇത്. അപ്പൊ ഈ വിശ്വാസം പോലെ 24 മണിക്കൂർ കൂടെ നടക്കുന്ന തോമസിന് കിട്ടിയില്ല. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു വരുമ്പോ വലിയ പ്രസംഗമായിട്ട് അങ്ങ് മാറും. ഞാൻ പറഞ്ഞതിന്റെ ആശയം, ഇങ്ങനെയൊക്കെ തരം തിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനായിട്ടും നമുക്ക് കഴിയണം. അപ്പോൾ കർത്താവിന്റെ പ്രത്യേകമായ ഇടപെടൽ നമ്മളവിടെ കാണുന്നു. കർത്താവ് വരുന്നു, നമ്മൾ വായിക്കുന്നു, യേശു കണ്ണുനീർ വാർത്തു, അല്ലേ? ലാസറിന്റെ കല്ല് ഉരുട്ടി മാറ്റാൻ അവരോട് പറയുന്നു. ലാസറിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. എന്നാൽ അതേ നിമിഷത്തിൽ തന്നെ അവിടെ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്, വേറെ ചില പ്രോബ്ലംസ്. അതായത് അവിടെ ഓൾറെഡി ഒരു പ്രോബ്ലം ഉണ്ട്, അതിന്മേൽ ഈ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നം എന്നൊക്കെ നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞല്ലേ. അതിന് 39-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. 39-ാം വാക്യത്തില് നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. അല്ലല്ല, 39 അല്ല, 37-ാം വാക്യത്തില് 35, 36, 37 കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 35, യേശു കണ്ണുനീർ വാർത്തു, ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് തമ്മിൽ പറഞ്ഞു. 37, ചിലരോ കുരുടന്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ. കണ്ടോ, അവിടെ ആരോപണമാണ് കർത്താവിനെതിരെ. കാരണം ഇവൻ എല്ലായിടത്തും പോയി വലിയ അത്ഭുതം അടയാളമൊക്കെ ചെയ്യുന്ന പാർട്ടിയാ. എത്രയോ കുരുടന്മാർക്ക് കാഴ്ചയൊക്കെ കൊടുത്ത ആളാ. ഇതാണ്ട് ഇവിടെ വന്നപ്പോ എന്താ, ലാസറുമായിട്ട് വലിയ കൂട്ടായിരുന്നു, ഭയങ്കര ക്ലോസ് ആയിരുന്നു ഈ വീടുമായിട്ട്. എന്നിട്ട് ഇതാണ്ട് ലാസറും പിന്നെ ഇങ്ങനെ മരിച്ചു, എന്നെ മരിക്കാതാക്കാൻ കഴിഞ്ഞില്ലയോ. ആരോപണം കർത്താവ് നേരിടുക. കർത്താവിന്റെ ശുശ്രൂഷയുടെ കാലത്ത് എപ്പോഴും ഈ യഹൂദന്മാര് വലിയ പ്രശ്നങ്ങള്, വലിയ പ്രോബ്ലംസ് കർത്താവിനെതിരെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയും അവർ മാറി നിൽക്കുന്നില്ല. അങ്ങനെ
ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഈ രീതിയിലൊക്കെ ഓരോ ഭാഗങ്ങൾ എടുക്കുമ്പോൾ അതിനെ ചിന്തിച്ച് വിശകലനം ചെയ്ത് അത് മനസ്സിലാക്കി അത് പ്രസന്റ് ചെയ്യാൻ ആദ്യമേ നമ്മുടെ ലൈഫിൽ, രണ്ടാമത് മറ്റുള്ളവരിലേക്ക് അത് പ്രസന്റ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിന് നല്ലൊരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുക. അതിനുശേഷം അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ അത്ഭുതങ്ങൾ വ്യാഖ്യാനിക്കുമ്പോഴത്തെ കാര്യമാണ്. ആദ്യം അവിടുത്തെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ എന്താണ്. ഇപ്പം ബെഥാസ്ത കുളക്കരയിലെ രോഗി, മനസ്സിലായില്ലേ? ബെഥാസ്ത കുളക്കരയിലെ രോഗി അവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം നല്ലൊരു ആമുഖം നമ്മൾ നല്ലൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു ഇവിടുത്തെ പ്രോബ്ലം, കർത്താവ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു, സോൾവ് ദൈവമോ, അവിടെ ഉണ്ടായിട്ടുള്ള എതിർപ്പുകൾ എന്തൊക്കെയാണ്, ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ആശ്ചര്യകരമായ വസ്തുതകൾ എന്തൊക്കെ, അല്ലെ? പലരും അതിശയിച്ചു. കർത്താവ് കാറ്റിനെയും കടലിനെയും എഴുന്നേറ്റ് ശാസിച്ചു എന്ന് പറഞ്ഞേച്ച് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അയ്യോ, പ്രകൃതിയെ പോലും ഇങ്ങനെ നിലക്കി നിർത്താൻ കഴിയുന്ന ഇവൻ ആര്? അതിശയിച്ച് കണ്ടില്ലേ? ഒരത്ഭുതം, അവർക്ക് വലിയ ജിജ്ഞാസ, ആകാംക്ഷാഭരിതരാകുകയാണ് അവരവിടെ. അപ്പൊ അവിടെ ഉണ്ടായ ആശ്ചര്യജനകമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ കയറി ഇറങ്ങി നമ്മൾ പഠിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല സുന്ദരം ഒരു മെസ്സേജ് കിട്ടും. ഇത് കേൾക്കുന്നവർക്കും ഇത് പറയുന്ന നമുക്കും എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് സാധിക്കും. വളരെ തകർന്നിരിക്കുന്ന വ്യക്തികൾക്ക്, പ്രതീക്ഷയറ്റവർക്കൊക്കെ ഇത്തരത്തിലുള്ള വചന ശുശ്രൂഷ വളരെ ആശ്വാസമായിട്ട് മാറും. ഇനി രണ്ടാമത്തേത്, അപ്പൊ നമ്മൾ മിറാക്കിൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. നെക്സ്റ്റ്, പാരബിൾസ്, ഉപമകൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനത് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നല്ല ശമരിയാക്കാരന്റെ ഉപമയുള്ള വിഷയത്തില് ധാരാളം വ്യാഖ്യാനങ്ങൾ ഇന്നുണ്ട്. പക്ഷേ അവിടുത്തെ യഥാർത്ഥ വ്യാഖ്യാനം എന്താണെന്നുള്ളത്, എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇനിയും ഉപമകൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 4 പോയിന്റ് മാത്രം ഞാൻ പ്രത്യേകം പറയാം. ഓരോ ഉപമകളുടെ രൂപവും അതിന്റെ പ്രധാന ഊന്നലും തിരിച്ചറിയുക. എന്താണ് ആ ഉപമ എംഫസൈസ് ചെയ്ത് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തണം. ഇപ്പം ശമരിയാക്കാരന്റെ ഉപമയ്ക്കകത്ത് നല്ല ശമരിയാക്കാരൻ യേശുക്രിസ്തുവാണ് എന്നൊരു വ്യാഖ്യാനം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ക്ലാസ് ചിന്തിച്ചിരുന്നു, അതല്ല, മറിച്ച് നമ്മൾ അവിടുത്തെ പ്രധാന ആശയം എന്ന് പറയുന്നത്, ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആവശ്യത്തിലിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും സഹായിക്കണം എന്നൊരു നല്ല ആശയമാണ് ആ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാ ഉപമകൾക്കും അത്തരത്തിലുള്ള ചില ആശയങ്ങളുണ്ട്. ആ ആശയം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇനി ഈ ഉപമയെ കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും യേശുക്രിസ്തു അത് പറയാനുള്ള സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ കർത്താവ് ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ആ ഉപമ അവരോട് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്ന ആൾക്കാര്, ഇപ്പൊ മത്തായിയോ മർക്കോസോ ലൂക്കോസോ യോഹന്നാനോ ഒക്കെ ചിലപ്പോൾ അതിന്റെ പിന്നിൽ ഒരാശയം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില സൂചനകൾ. അതെല്ലാ ഉപമകളിലുമില്ല, ചില ഭാഗങ്ങളിൽ മാത്രം ചില സൂചനകൾ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓരോ ഉപമയും ഈ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ പ്രസന്റ് സിറ്റുവേഷനിൽ അതെങ്ങനെ വാലിഡ് ആണ്, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് 8:45 ഗദ്യഭാഗങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങളോ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാനത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിന്റെ മൊത്തം ഭാഗത്തേക്ക് പോകാൻ നിവൃത്തിയില്ല. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അവിടെ നമ്മൾ കാണുന്ന വിഷയം എന്താണ്? പിന്നെ യോഹന്നാൻ സ്നാപകന്റെ പ്രവർത്തനം, യേശുക്രിസ്തുവിന്റെ സ്നാനം, ഇതെല്ലാമാണ് നമ്മൾ അത്രയും ഭാഗത്ത് കാണുന്നത്. നമ്മൾ അത്രയും ഭാഗം പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നൊരു മെസ്സേജ് പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ, ഞാൻ മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞാണ്, അതിന് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ മുമ്പുള്ള 3-ാം അധ്യായവും നമ്മൾ വ്യക്തമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അതുപോലെ അതിന് 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾക്ക് ശേഷം 12 മുതൽ താഴോട്ടുള്ള എല്ലാ വാക്യങ്ങളും അതിന്റെ പശ്ചാത്തലങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ഓരോ വാക്യങ്ങളും, അത് അവിടെയാണ് എങ്ങനെ വ്യാഖ്യാനിക്കേണ്ട പല രീതികളുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഗദ്യഭാഗത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വേർഡ് ടു വേർഡ്, വേഴ്സ് ടു വേഴ്സ്, അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ആ പറഞ്ഞിട്ടുള്ള സഹായ ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ
നമുക്ക് വ്യാകരണമൊക്കെ മനസ്സിലാക്കി ഭാഷാ വിശകലനമൊക്കെ നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ ക്രിട്ടിക്കൽ പോയിന്റ്സ് വരുമ്പോൾ അത് സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. പിന്നെ അങ്ങനെയുള്ള പല പിന്നെ പ്രശ്ന സങ്കീർണമായ ഭാഗങ്ങൾ വരും. വായിച്ചിട്ടും എത്ര വായിച്ചിട്ടും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അപ്പം ഇതൊക്കെ വരുമ്പോൾ അത് കൂടുതൽ പഠിക്കാനും കൂടുതൽ പുസ്തകങ്ങൾ തപ്പി അത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പദ്യഭാഗങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ, കാവ്യപുസ്തകങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ആലങ്കാരിക പ്രയോഗമാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ഇത് ആക്ഷരികമായ രീതിയിൽ വ്യാഖ്യാനിച്ച് വികലമാക്കരുത്. അത് ഞാൻ കൃത്യമായിട്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. അതിൽ നമ്മൾ പറഞ്ഞത് യോബിന്റെ ഭാര്യ ഉത്തമ സ്ത്രീയാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ഇനിയും വരുന്ന വിഷയം എന്ന് പറയുന്നത് പ്രവചന ഭാഗങ്ങളും വെളിപ്പാടുമാണ്. നമ്മുടെ സഹോദരിമാരൊന്നും അങ്ങനെ വെളിപ്പാട് പുസ്തകം കൈകാര്യം ചെയ്യുന്നു ഇതുവരെ അങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല. പിന്നെ പ്രവചന ഭാഗങ്ങൾ മറ്റു പലതും ഉണ്ടല്ലോ. അപ്പം ആ വാക്യങ്ങളൊക്കെ നമ്മൾ പ്രവചന ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് പ്രവചന ഭാഗമാണെന്ന് കുറഞ്ഞ പക്ഷം തിരിച്ചറിയാനെങ്കിലും ഉള്ള ഒരു ജ്ഞാനം നമുക്ക് ഉണ്ടാവണം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും നമ്മൾ വ്യാഖ്യാനിക്കരുത്. പിന്നെ പ്രവചനം ഭാഗങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂതകാലം നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണോ, ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണോ, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണോ, ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം നമുക്ക് ഉണ്ടാവണം. ഈ 3 അറിവുകളും ഗ്രഹിച്ചു മാത്രമേ പ്രവചന വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാവൂ. ഇനിയും നമുക്ക് ഏതെങ്കിലും നമ്മൾ എടുത്ത ഒരു വാക്യത്തിന്റെ ഒരു വിശദീകരണമായിട്ട് ഒരു പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നോ മറ്റേതെങ്കിലും പ്രവചന ഭാഗങ്ങൾ എടുക്കേണ്ടി വന്നാൽ അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ: ഈ പറയുന്ന കാര്യം നടന്നു കഴിഞ്ഞതാണോ, അതോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണോ, ഇനിയും നടക്കാനുള്ളതാണോ, അല്ലെ? ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, അല്ലെ? പ്രസന്റ്, പാസ്റ്റ്, പിന്നെ ഫ്യൂച്ചർ. ഇത് 3 സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ അവിടുന്ന് ചരിത്രപരമായ ഒരു അറിവ് നമ്മൾ എടുക്കേണ്ടതാണ്. ഇനിയും പ്രവചനം വ്യാഖ്യാനിക്കുമ്പോൾ ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ചരിത്രപരമായ വിശകലനം തന്നെയാണ്. കാലഘട്ടം പ്രധാന വിഷയമാണ്. മനസ്സിലായില്ലേ? ഈ നടന്നു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറയാം, പ്രവചനം എന്ന് പറയാം, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, സഭ മഹോദരകാലത്തിലൂടെ പോകും എന്ന് വാദിക്കുന്നവരുണ്ട്, പോകില്ല എന്ന് പറയുന്നു. അവരൊക്കെ അതിന് കൊണ്ടുവരുന്ന ചില തെളിവുകളാണ്, അല്ലെ? ചില തെളിവുകളാണ്, ചില പ്രവചന ഭാഗങ്ങൾ തന്നെയാണ് അവരൊക്കെ എന്ന് പറയുന്നത്. പക്ഷെ അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അതൊക്കെ ഗഹനമായിട്ട് പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും നമുക്ക് കഴിയണം. ഭാഷ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം. ഞാൻ ഒന്നുകൂടെ പറയാണ്, നമുക്കറിവില്ലാത്ത വിഷയങ്ങൾ, നമുക്ക് വ്യക്തമല്ലാത്ത വിഷയങ്ങൾ ഒരു കാരണവശാലും നമ്മൾ കൈകാര്യം ചെയ്യരുത്. അറിയത്തില്ല ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു ഫെയിലിയർ ആയിട്ടൊന്നും നമ്മൾ കാണണ്ട. കാരണം മിടുക്കന്മാർക്ക് എനിക്ക് അറിയത്തില്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മിടുക്കന്മാർക്കേ അത് പറ്റത്തുള്ളൂ. മണ്ടന്മാരാ പലപ്പോഴും അറിയാത്ത കാര്യം എല്ലാം അറിയാവുന്ന ഭാവത്തില് ഇരിക്കുന്നത്, മനസ്സിലായി? അതുകൊണ്ട് നമുക്ക് വ്യക്തമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കരുത്. പിന്നെ ദൈവവചനം പഠിക്കാൻ പണ്ടത്തെ പോലൊന്നുമല്ല, ഇന്ന് ധാരാളം സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ എത്രയോ വിഷയങ്ങളുടെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളും പല അഭിപ്രായങ്ങളും. ഇപ്പം നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അവിടെ പല ആൾക്കാരുടെ അഭിപ്രായങ്ങളുണ്ട്. കാത്തലിക്സിന്റെ ഉണ്ടാവും, അല്ലെങ്കിൽ കത്തോലിക്കരും വചന പഠനവും ഒരു പ്രത്യേക വിഷയമാണ്. നമുക്കതിന് സമാധാനം, ഞാൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ട്. അവര് വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. CSI CMS ചർച്ചസ്, ആംഗ്ലിക്കൽ ചർച്ചസ് പല ഭാഗങ്ങളും വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. പെന്തക്കോസ്തുകാർ വ്യാഖ്യാനം അത് വേറൊരു, നമുക്ക് പറയാൻ കൊള്ളാത്തൊരു സ്റ്റൈലാണ്. പിന്നെ ബ്രദറുകാർ വ്യാഖ്യാനിക്കുന്ന ഒരു ശൈലിയുണ്ട്. അപ്പൊ നമ്മളിത് വായിച്ചിട്ട് ഉപദേശപരമായിട്ട് അത് കൃത്യമാണോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മാത്രമേ നെറ്റിലുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കാവൂ. ഇനി നമ്മൾ നമ്മുടേതല്ലാത്ത ഒരു പുസ്തകമാണ് എടുക്കുന്നതെങ്കിൽ പോലും ഇത് നമ്മുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വല്ല യോജിപ്പുമുണ്ടോ? നമ്മള് ഇത് പിന്നെ തിരിച്ചറിയാതെ കണ്ട് കത്തോലിക്കര് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഉപദേശം എടുത്തിട്ട് അത് ഭയങ്കര നമുക്ക് വായിച്ചപ്പോൾ നല്ല രസം തോന്നി, കൊള്ളാമെന്ന് തോന്നി എന്ന് കരുതി നമ്മളെടുത്തങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന ഉപദേശത്തിന് അത് വിരുദ്ധമായിരിക്കും. അതുകൊണ്ട് സഹോദരിമാര് വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിലെ അപജയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതിലെ തെറ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ അവസാന ക്ലാസ്സിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രായോഗികമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും കുറച്ച് വൈകാരികതയിലേക്ക് പോയി എന്നെനിക്കറിയാം. പക്ഷെ അതിനുശേഷം എനിക്ക് വന്ന കമന്റ്സിൽ പല കുഞ്ഞുങ്ങളടക്കം എന്നോട് പറഞ്ഞു,
ചേച്ചി. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഭയങ്കര ഗൗരവത്തിലായിരുന്നു എന്ന് ചോദിച്ചു. അന്നേരം പിള്ളേർ പറഞ്ഞു, അല്ല, ഇത് വളരെ അത്യാവശ്യമായിരുന്നു, ഞങ്ങൾക്കത് അറിയണമായിരുന്നു, ചേച്ചി അത് അത്രയും നന്നായിട്ട് പറഞ്ഞത് നന്നായി എന്ന് പലരും എന്നോട് പറഞ്ഞു. പല ആന്റിമാരും എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പം ഞാനിത് പറയുന്നില്ല, നമ്മൾ ഈ സബ്ജക്റ്റ് തുടങ്ങിയ സമയത്ത് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ, ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് വലിയ സന്തോഷമൊക്കെ തോന്നി കാണും. പക്ഷെ ഈ ലാസ്റ്റ് 2 ക്ലാസ്സിൽ വരുമ്പോ എന്റെ കർത്താവ്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നൊരു ആശങ്ക നമ്മളെ അലട്ടുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ശ്രമിച്ചാൽ, നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ ഇത് നടക്കും. പക്ഷേ നല്ല ഒരു ഭയം നമുക്കിതിനാവശ്യം. കാരണം ഇത് ദൈവവചനമാണ് അല്ലേ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സൊക്കെ പറഞ്ഞ പലരും ഇതിനെ കാലഹരണപ്പെട്ട ഗ്രന്ഥം എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല, ഇത് വചനമാണ്. ഈ വചനം ഇന്നും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നാളെയും ഇത് നമ്മളോട് സംസാരിക്കും. ഇല്ല, കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുക. ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ വചനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ഭയത്തോടെ തന്നെ വേണം ഈ വചനം നമ്മൾ ഉപയോഗിക്കാൻ. ഈ വചനം നമ്മൾ കൈകാര്യം ചെയ്യാൻ ഒരു കാരണവശാലും ഒരു ഈസി മൈൻഡോടുകൂടെ ദൈവവചന വായനയ്ക്കോ ദൈവവചന പഠനത്തിനോ ദൈവവചന ശുശ്രൂഷയ്ക്കോ നമ്മൾ തയ്യാറാകരുന്ന് വളരെ കർത്താവിന്റെ എളിയ ദാസി എന്ന നിലയിൽ വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇത് നമ്മളെപ്പോഴും പറയില്ല, ഇരുവായ്ത്തലയുള്ള വാള്. തീർച്ചയായിട്ടും ഇത് തിരിഞ്ഞ് നമ്മളെ വെട്ടും. ഇത് നമുക്ക് നല്ല ശിക്ഷയ്ക്ക് ഇത് കാരണമായി തരും. ഇതൊക്കെ പറയുന്നത് ശുശ്രൂഷാ ജീവിതത്തിൽ നിങ്ങൾ ആരും പിന്മാറാൻ വേണ്ടിയല്ല പറയുന്നത്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കൊച്ചനോട് പറഞ്ഞു, ഇങ്ങനാണ്, എങ്ങനാ ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെ നിങ്ങൾ ഡൗൺ ആകാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. മറിച്ച് നമ്മൾ ഒരുങ്ങണം, നമ്മൾ തയ്യാറെടുക്കണം. വചനം പഠിക്കും തോറും നമ്മുടെ ജീവിതത്തില്, സ്വഭാവത്തില്, മൈൻഡിന് മാറ്റങ്ങൾ സംഭവിക്കും. നമുക്ക് അങ്ങനെ ഒരുങ്ങി വരാം. കർത്താവ് നമ്മളെ അതിനായിട്ട് ഉപയോഗിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഈ വിഷയത്തെ നമ്മൾ അഭിമുഖീകരിക്കണം. ചിലപ്പോഴൊക്കെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ പെട്ടെന്നൊക്കെ ശുശ്രൂഷകൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടാവെന്ന് ഞാൻ പറയത്തില്ല. അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റോട് എനിക്കുള്ളത്, ഡെയിലി ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ടും നമ്മൾ ശ്രമിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം വ്യത്യസ്തമായ നിലകളിൽ നമ്മളോട് സംസാരിക്കും. ഈ ക്ലാസ്സുകളിലൂടെ എന്നെ ശ്രദ്ധിച്ച, വളരെ ആകാംക്ഷയോടെ താല്പര്യത്തോടെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്ത എല്ലാവരോടും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. ദിവസങ്ങളിൽ ശുശ്രൂഷാപരമായിട്ടൊക്കെയുള്ള ചില തയ്യാറെടുപ്പുകളിലാണ് ഞാനും. അപ്പം അതെല്ലാം നന്നായിട്ട് നടക്കാനും, പ്രത്യേകിച്ച് സഹോദരി മാഗസിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ധാരാളം സഹോദരിയിൽ ഇൻവോൾവ്ഡ് ആണ്. അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. കർത്താവ് നമ്മെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഹെർമനോട്ടിക്സ് എന്ന പഠന വിഷയത്തിന്റെ ലാസ്റ്റ് ക്ലാസ്സും വളരെ അനുഗ്രഹമായ രീതിയിൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചേച്ചി ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ദിസ് ഇസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ബട്ട് ജസ്റ്റ് എ ബിഗിനിങ്. ഇതൊരു അന്ത്യമല്ല, ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ ഇത്രയും വിശദമായിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു ക്ലാസ് കേട്ടവരെന്ന നിലയിൽ ഇത് ഫോളോ ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷന് നമുക്കുണ്ട്, കടപ്പാടുണ്ട്. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. പ്രിയ ചേച്ചിയോടുള്ള നന്ദിയും ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ദൈവം വളരെ എടുത്ത് ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ഒരു ദാസിയാണ്. നമുക്ക് തുടർന്നും കുടുംബമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യുന്നതിനായി പ്രിയ സൂസമ്മ എബ്രഹാം പ്രിയ ആന്റിയെ സ്നേഹത്തോടെ ക്ഷണിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുനാമത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷം ഞങ്ങളെ വിട്ട് കടന്നുപോയി. കടന്നു വന്ന എല്ലാ സഹോദരിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഇത്ര അനുഗ്രഹമാക്കി തീർക്കുവാൻ ഇതിൽ വചനം സംസാരിച്ച പ്രിയ ലവതി സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മകളിൽ കൂടി ഞങ്ങള് നല്ല രീതിയിൽ എങ്ങനെയാണ് ഒരു മെസ്സേജ് തയ്യാറാക്കേണ്ടതെന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ചെയ്ത വചന ശുശ്രൂഷയിലൊക്കെ തെറ്റുകളും ഒക്കെ ഉണ്ടെന്നാൽ അതൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണേ. വരും ദിവസങ്ങളിൽ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ എല്ലാവരും വചന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിക്കണേ. ലീഡ് ചെയ്ത പ്രിയ മകളെ ഓർത്ത്, അക്ഷയ ഓർത്ത്,
ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ എല്ലാ ദിവസവും ഇടയാക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മകളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രാർത്ഥനയിൽ സംബന്ധിച്ചവരെ പാട്ട് പാടിയവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്ത എല്ലാ സഹോദരിമാരെയും ദൈവകരങ്ങളിൽ തരുന്നു. ഞങ്ങൾക്ക് കർത്താവെ വചനം കേൾക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇങ്ങനെ ഉള്ള ശുശ്രൂഷകള് സഹോദരിമാരുടെ ഇടയിൽ വളരെ കുറവായിരുന്നു. എന്നാൽ അനേക കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിലെ മകളെ കർത്താവ് കൂടുതലായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായിട്ട് കർത്താവ് അവരെ നടത്തുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അഭിലാഷ് സഹോദരനും സഹോദരി അതുപോലെ കുഞ്ഞുങ്ങൾ അവര് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടെ ഇരുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ സംബന്ധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ ഇപ്പോൾ പിരിയാത്തതിനായി ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവകാര്യങ്ങളിൽ പരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുന്ന സ്വർഗീയ പിതാവേ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു സുഷമ ആന്റി. പ്രാർത്ഥന നയിച്ചതിന് നന്ദി. കഴിഞ്ഞ ഈ ഹെർമനോട്ടിക്സിന്റെ ഈ ഒരു ക്ലാസ്സുകളിലെല്ലാം ശുശ്രൂഷകൾ ചെയ്ത് സഹായിച്ച ഈ ശുശ്രൂഷ അനുഗ്രഹിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. അടിയന് ഇങ്ങനെ ഒരു അവസരം നൽകിയ സഹോദരിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.